ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? പാലക്കാട് ഇപ്പോൾ നെന്മാറയിൽ 2 പേരെ കൊന്നു എന്ന് പറഞ്ഞ ആ ഒരു കേസില്ലേ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം, എൻ്റെ അനുഭവത്തിലൊരു കാര്യം പറയണം എന്നുണ്ട് ആഗ്രഹം തോന്നിയിട്ടാണ് ഇപ്പോൾ ഞാനിത് വന്നത്. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചതല്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ പാലക്കാട് പിന്നെ 2 പേരെ കൊന്ന് ആ പ്രതിക്കെതിരെ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി അതിൻ്റെ മകള് പരാതി കൊടുത്തിട്ട് പോലീസുകാർ വിളിച്ചുകൊണ്ടേയി വാർണിംഗ് കൊടുത്തിട്ട് വിട്ട് അവരെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇപ്പം ജീവൻ പോയതാരതാ, നഷ്ടപ്പെട്ടതാരതാ? ആ കുട്ടികൾക്ക് ആരും ഇല്ലാണ്ടായി. ആ 2 ആൾക്കാർ അവരുടെ ജീവനും പോയി. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പോലീസിലെ പരാതി പറഞ്ഞാണ്, ജനങ്ങൾ പരാതി പറഞ്ഞാണ്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരാൾ, ഞാളാരെന്നൊന്നും പറയണില്ല, ഒരാൾ ഇവിടെ എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് 2 അയൽവാസികളുടെ വീടിൻ്റെ 2 വശം, അതായത് കിഴക്കും വടക്കും ഉള്ള 2 സ്ഥലങ്ങളുണ്ട്. വീട്ടുകാർ താമസിക്കുന്നുണ്ട്. 2 സ്ഥലത്ത് വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അവിടെ ഒരാൾ പണിക്ക് വരാറുണ്ട്, പണിയെടുക്കാൻ വരും. അപ്പോൾ ആ പണിയെടുക്കാൻ വന്ന ആളുടെ പണി എന്താ വെച്ചാൽ, അവിടെ നിന്നിട്ട് എന്നെ അനാവശ്യം പറയാം. അയാളവിടെ പണിയെടുക്കാനാണ് വരുന്നത്. ആൾക്കാർ കാണുമ്പോൾ എന്താ അയാളവിടെ പണിയെടുക്കാനാണ് വരുന്നത്. അപ്പോൾ അയാളവിടെ പണിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ എന്തൊക്കെയാണ് പറയണം, അനാവശ്യങ്ങൾ പറയണം. എന്നെ എൻ്റെ മക്കളെ ഇങ്ങനെ അനാവശ്യങ്ങൾ പറയലാണ് അയാളുടെ പണി. അപ്പോൾ അയാൾ ഇവിടെ വരും, ഇങ്ങനെ വർത്താനം പറഞ്ഞ് വഴക്കുണ്ടാക്കണ് എന്നുള്ള ഞാൻ പരാതി ഇപ്പോൾ ഈ പണിക്ക് വിളിച്ചു കൊണ്ടുവരുന്ന 2 വീട്ടുകാരോടും ഞാൻ പലപ്പോഴും പറഞ്ഞു, 23 വർഷമായിട്ട് ഞാൻ അവരോട് പറയുന്നതാണ്, നിങ്ങൾ അയാളങ്ങോട്ട് പണിക്ക് വിളിച്ചു കൊണ്ടുവരരുത്, ഇവിടെ തന്നെ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വേലിമ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടൊരു നട്ട് നനച്ചുണ്ടാക്കിയാൽ ഈ വേലി കെട്ടിയതുണ്ടെങ്കിൽ അതൊക്കെ വലിച്ച് പറിച്ചിടുക. അപ്പുറത്ത് വല്ല മരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി എൻ്റെ വീടിൻ്റെ മേലേക്ക് ഇടുക, അത് നശിപ്പിച്ചിടുക. അങ്ങനെയുള്ള എല്ലാ വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചിട്ടിട്ട് പോവുക, നശിപ്പിച്ച് എന്താ അതിർത്തിയുമുള്ള മുതലൊക്കെ നശിപ്പിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ വല്ല മരങ്ങൾ എന്തെങ്കിലും അതൊക്കെ വെട്ടുക, പെരേമേലേക്ക് ഇട്ട് പോവുക. പിന്നെ അതൊന്നുമില്ലെങ്കിൽ അവിടെ നിന്നിട്ട് അനാവശ്യം പറയുക. ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ തുടങ്ങിയിട്ട് 23 വർഷത്തിൻ്റെ മേലെ. അപ്പം ഈ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഞാൻ തോറ്റു. അവർ പിന്നെയും ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പണിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഈ ആരായി പറയാൻ, ഈ തീരുമാനിക്കണേ, എൻ്റെ വീട്ടിൽ ആര് പണിക്ക് വിളിക്കണം, ആര് വരണം ആര് വരണ്ടെന്ന് അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്, വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയായിട്ട് ഒരു 2 കൊല്ലം മുന്നേ ക്ഷമ കെട്ടിട്ട് ഞാൻ 2 കൊല്ലം ക്ഷമ കെട്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് എഴുതി കൊടുത്ത്. എന്നിട്ട് അവർ ഇയാളെ വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്നറിയോ, നിങ്ങളിനി ആ സ്ത്രീ താമസിക്കുന്നിടത്തേക്ക് നിങ്ങളിനി പോകരുത് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പണിക്കാണ് പോണത്, അല്ലാണ്ട് അവരെ വീട്ടിലേക്കല്ല പോണത്. അയാൾ പറഞ്ഞു പണിക്കാണ് പോണത്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, പണിക്ക് പോയിക്കോ, പണി എവിടെയും പോയി എടുത്തിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് പണിക്ക് പോയിക്കോ, പക്ഷെ ആ കോമ്പൗണ്ടിൽ പോവരുത്, ആ സ്ത്രീ താമസിക്കേണ്ട അയൽവക്കത്തേക്ക് പോവരുത്, ആ
ആ കോമ്പൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു 11 വീട് കൊണ്ടുള്ള ഒരു ഒരു ഏരിയയാണ്. 11 വീടാണ് ഉള്ളിലോട്ടായിട്ട്, ഒരു 11 വീട് അതിൻ്റെ അകത്തുണ്ട്. പുറത്ത് റോട്ടിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയും വീടുണ്ടെന്ന് അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് വരി തന്നെ വേണം, എന്നാലാണ് ഇവിടെ 10-11 വീടുള്ളത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾ പണിക്ക് പോയിക്കോ, ജീവിച്ച എവിടെ പോകണമെങ്കിലും പോയി പണിയെടുത്ത് ജീവിച്ച, പക്ഷെ ആ കോമ്പൗണ്ടിലേക്ക് പോകരുത്, ആ സ്ത്രീനെ ശല്യം ചെയ്യാൻ ചെല്ലരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാണ് അവിടെ നിന്ന്. എന്നിട്ട് ഇന്ന് അയാളിനെ അവിടെ നിന്ന് താക്കിയത് എടുത്ത് പോലീസുകാർ പറഞ്ഞയച്ചിട്ട് പിറ്റെന്താ നേരം വെളുത്ത് ഞാൻ വാതിൽ തുറന്നപ്പോൾ ഉണ്ട് അയാൾ ഈ അപ്പുറത്തെ പറമ്പിൽ പണിയെടുക്കണം. അപ്പം അയാൾക്ക് എന്ത് പേടിയാണ് പോലീസുകാരനുണ്ടായത്? ഈ കോമ്പൗണ്ടിലേക്ക് കടക്കരുത്, എൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് എന്നല്ല, ഈ ഒരു കോമ്പൗണ്ടിലേക്ക് 11 വീട്ടുകാരാ താമസിക്കുന്ന ഈ ഒരു കോമ്പൗണ്ടിലേക്ക് അയാളോട് കടക്കരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ട് അയാൾ പിറ്റേന്ന് രാവിലെ അപ്പുറത്തെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പണിക്ക് വന്നിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് ദിവസം വന്നത് ഇപ്പുറത്തെ വീട്ടിലാണ്, അതായത് കിഴക്കേ ഭാഗത്തുള്ള വീട്ടിലേക്കാണ് വന്നത്. ഈ പോലീസുകാരൻ എന്നിട്ട് ഇത് പറഞ്ഞ് അയാളെ വിരട്ടി വിട്ടിട്ട് അയാൾ അത് കേൾക്കാതെ പിറ്റേന്ന് രാവിലെ എണിച്ചിട്ട് എൻ്റെ വീടിൻ്റെ തെക്കേ ഭാഗത്തുള്ള വടക്കേ ഭാഗത്തുള്ള വീട്ടിലേക്കുണ്ട് അയാൾ പണിക്ക് വന്നിരിക്കണം. അപ്പോൾ അയാൾക്ക് എന്ത് പേടിയാണ് പോലീസുകാരുണ്ടായത്? അല്ലെങ്കിൽ പോലീസുകാരുടെ ആ ഒരു വാക്കിന് എന്ത് വിലയാണ് അയാൾക്ക് ഉണ്ടായത്? അല്ലെങ്കിൽ പോലീസുകാർ പറഞ്ഞ ആ ഒരു കൊടുത്ത ആ ഒരു ഇതിന് എത്ര വാല്യൂ ആണ് ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് അയാളങ്ങനെ പറഞ്ഞു വിട്ടിട്ട് എന്നോട് എന്ത് പറഞ്ഞെന്നറിയോ അവിടുത്തെ സാറുമാർ? അന്ന് SI ആയിരുന്നു, 1 വർഷം മുന്നേ ഞാൻ കൊടുത്തപ്പോൾ SI ആയിരുന്നു. അന്നത്തെ ആ SIനോട് എന്താ പറഞ്ഞറിയും, അതെ അയാൾ ഇനി അവിടെ പണിക്ക് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വാതിലടച്ച് പൂട്ടിയിട്ട് വീടിൻ്റെ അകത്തിരുന്നോ, പുറത്തോട്ട് വരണ്ട. അയാൾ പണിക്ക് വന്ന് പോയിട്ട് വാതിൽ തുറന്നാൽ മതി എന്ന്. അയാൾ പണിക്ക് വന്നാൽ വാതിലടച്ചോ, അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോ, എന്നിട്ട് അയാൾ 5 മണിക്ക് പണി മാറ്റി പോകുമ്പോൾ പോയതിന് ശേഷം പുറത്തോട്ട് വന്നാൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു SI എന്നോട് പറഞ്ഞതാണ്. ഞാനൊരു പെണ്ണായ ഞാൻ ഒരാണിങ്ങനെ അയാൾ എത്ര 4-5 കിലോമീറ്റർ അകലെന്നാണ് അയാൾ പണിക്കായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അയാൾ പണിക്ക് വരുന്നുണ്ടെങ്കിൽ പണിക്ക് അയാളെ വിളിച്ച് വരുത്തുന്നതാണ് ഇവർ മനഃപൂർവ്വം എന്നായിട്ട് അയാളും ഞാനും തമ്മിൽ വഴക്കുണ്ടാവാൻ വേണ്ടിയിട്ടും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്നെ ഇറിറ്റേഷനാക്കാൻ വേണ്ടിയിട്ടും അവർ 2 കൂട്ടരും കൂടിയിട്ട് ഇയാളെ മനഃപൂർവ്വം, അവിടെ പണിയൊന്നുമില്ല, ഒരു പണിയും ഉണ്ടാവില്ല, വെറുതെ വന്നിട്ട് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ആ മതിലും ആ വേലിമ തൊട്ട് ഈ വേലിമ തൊട്ട് ആ മരത്തിൻ്റെ കൊമ്പൊന്ന് ഒടിച്ച് ഈ മരത്തിൻ്റെ കൊമ്പൊന്ന് വെട്ടി. അപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് ഇടുന്നത് എൻ്റെ വീടിൻ്റെ മേലൊക്കെ ഇടുന്നത്. അപ്പോൾ അതിന് ഞാൻ വർത്താനം പറയുമല്ലോ, ഞാൻ നട്ട് നനച്ചുണ്ടാക്കി മതിലൊക്കെ നശിപ്പിക്കുമ്പോൾ ഞാൻ എന്തായാലും പറയുമല്ലോ. അപ്പോൾ അതവിടെ ഒരു പിന്നെ വഴക്കുണ്ടായി കാണാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് വരുത്തുന്നതാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു പോലീസുകാരൻ, SI ഇങ്ങനെ പറഞ്ഞു വാതിലടച്ചിരുന്നോ, എന്നിട്ട് അയാൾ പണി മാറ്റി പോയതിൻ്റെ ശേഷം വാതിൽ തുറന്നാൽ മതി. അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആകെ 4 സെൻറ്റ് സ്ഥലമാണ്. അതിലൂടെ ഒരു 1 മീറ്റർ വഴിയും പോകുന്നുണ്ട്, പിന്നെ അത് കഴിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ വഴി അത്ര അടുത്താണ് അവരെ പറമ്പ് സ്ഥലമൊക്കെ. പിന്നെ വടക്കേ ഭാഗത്തുള്ളത് എന്ന് പറഞ്ഞാൽ ഉള്ള പറമ്പിന് എൻ്റെ വീടിൻ്റെ മതിലും അവരുടെ വേലിയും സമമായിട്ട് എന്ന് പറഞ്ഞ പോലെയാണ്, തൊട്ടിലാച്ചിട്ടാണ് നിൽക്കണത്. അത്ര അടുത്ത് വന്ന് നിന്നിട്ട് അയാൾ ആ വീട്ടിൽ ആ പറമ്പിൽ പറയുമ്പോൾ എന്താ ആ പറമ്പിൽ അവർ പണിയെടുക്കും, ഞങ്ങളുടെ വീട്ടിലല്ല പണിയെടുക്കണമെന്ന്. പക്ഷെ അവരെ വീടും എൻ്റെ വീടും ഒരു അടുക്കള ഒരു മതിലിൻ്റെ അതേ വ്യത്യാസമുള്ളൂ. എൻ്റെ അടുക്കളയുടെ ചുമരും അവരുടെ വേലിയും ഒന്ന് എന്ന് പറഞ്ഞ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വേലിയുടെ അപ്പുറത്ത് എൻ്റെ അടുക്കളപ്പുറത്ത് അപ്പുറത്ത് നിന്നിട്ട് ഇയാൾ അനാവശ്യങ്ങൾ വിളിച്ച് പറയും, ഈ മരം വെട്ടിയിട്ട് ഇതിന് മുകൾക്ക് ഇടുമൊക്കെ വീടിൻ്റെ മേലേക്ക് ഇടുമ്പോൾ ഞാൻ കേൾക്കൂലേ കാണൂലേ. അപ്പം അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുക, അവർ മനഃപൂർവ്വം വിളിച്ചു കൊടുത്തിട്ട് ഇയാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രകോപനം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പം പോലീസുകാർ എന്നിട്ട് എന്നോട് വീട് പൂട്ടി ഭാഗത്തിരുന്നോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അയാൾ പണിക്ക് വന്നപ്പോൾ ഒരു 4-5 മാസം മുന്നേയാണ് വന്നത്. പണിക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ വേണ്ട വഴക്കായിട്ട് ഞാനായിട്ട് ഒരു വഴക്കുണ്ടാക്കണ്ട, ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ ഞാനും മറുപടി പറയാം, അപ്പോൾ അതൊരു പ്രശ്നമാകും. അപ്പം കാണികൾക്ക് കണ്ട് ചിരിക്കാനൊരു അവസരമാണല്ലോ.
അപ്പോൾ അതിനൊരവസരം ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ രാവിലെ ഇയാൾ പണിക്ക് അവിടെ വന്നു കണ്ടപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിൽ പോയിരുന്ന് എന്നിട്ട് എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പൊളിച്ചിട്ട വേലിയൊക്കെ ഞാൻ വീണ്ടും കെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ കന്നാലി കച്ചവടക്കാരാണ്. അവരവിടെ പല ആട് കച്ചവടവും കന്നാലി കച്ചവടമൊക്കെ ഉണ്ട്. അവിടെ എപ്പോഴും ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ ബാത്റൂം പുറത്താണ്. ഒരു അസൗകര്യം ഉള്ള ഒരു ബാത്റൂം, ഫുള്ള് പണിയൊന്നും കഴിയാത്തൊരു ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആ ബാത്റൂമിലേക്ക് പോണതായാലും ഒക്കെ ആയാലും അവിടെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെച്ചെങ്കിൽ ആരും കാണുന്നില്ല. ആരെങ്കിലും കാണും, അപ്പോൾ ഞാൻ കാണില്ല. അവിടെ നിൽക്കണവർ എന്നെ കാണും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നെറ്റും പഴയ സാരിയൊക്കെ വെച്ചിട്ടാണ് അവിടെ ഒന്ന് മറച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇപ്രാവശ്യം വന്നിട്ട് എന്താ ചെയ്തിരിക്കണം, ഫുള്ള് അങ്ങോട്ട് വലിച്ചപ്പോൾ ഞാൻ ഉണ്ടായില്ലല്ലോ, ഫുള്ള് വലിച്ച് കീറിയിട്ട് വേലിയുടെ മേലെ ഉണ്ടായിരുന്ന കൊള്ളിത്തറി കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ കടയാവാനായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെട്ടി മറിച്ചിട്ട് ആകെ പഞ്ചറാക്കി ഇട്ടിട്ട് പോയിക്കണം. അപ്പോൾ ഞാൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിത് എന്ത് പണി ചെയ്ത്? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വഴക്കുണ്ടായതൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. പിന്നെ നിങ്ങൾ അയാളെ വിളിച്ചുകൊണ്ടിട്ട് വരുന്നൊക്കെ ഉണ്ടെന്ന് പണിയെടുക്കുമ്പോൾ മറ്റൊരാളുടെ മുതൽ നശിപ്പിക്കാതെ ചെയ്യാൻ നിങ്ങളൊപ്പം ചെന്നിട്ട് ചെയ്യിക്കണ്ടേ പണി? നിങ്ങൾ ഈ വേലിയൊക്കെ പൊളിച്ചിട്ട് ഞാൻ എൻ്റെ പിന്നെ ആവശ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കെട്ടിയപ്പോഴും നിങ്ങളത് വലിച്ചിട്ട് പിന്നെ രണ്ടാമത് കെട്ടി അതും നിങ്ങൾ വലിച്ചിട്ട്. അപ്പോൾ അയാളെ പണിക്കവിടെ കൊടുന്നാക്കിയിട്ട് നിങ്ങൾ അകത്ത് പോയിരുന്ന അയാൾ ഇവിടെ എന്താ ക്രമങ്ങൾ കാണിക്കണം നിങ്ങൾ കാണും. അപ്പോൾ അയാളുടെ ഒപ്പം നിന്നിട്ട് നിങ്ങൾ പണിയിപ്പിക്കണ്ടേ? അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും, പിന്നെ ഈ എന്താ വെച്ചാൽ ചെയ്യ്, പിന്നെന്താണ് നായക്കൾ, ഞാൻ വർത്താനം പറഞ്ഞാൽ ഈ ചലച്ചാൽ ഞങ്ങൾ നായക്കൾ കുരക്കണ പോലെ വിചാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിക്കണതൊക്കെ അവർക്ക് അത്രേ വില ഉള്ളൂന്ന്. എന്നിട്ട് അങ്ങനത്തെ പിന്നെ ഞാൻ പരാതി കൊടുക്കാനും പോയില്ല. എന്താ വെച്ചെങ്കിൽ അങ്ങനെയല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വെറുതെ ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം? അവരും നമുക്കൊരു നീതിയും കിട്ടില്ല. ഒരു പെണ്ണുങ്ങൾ ചെന്നിട്ടൊരു കാര്യം പറയുമ്പോൾ അതിനൊരു നീതിയും കിട്ടില്ല. ആ സമയത്ത് ഇനിയിപ്പോൾ അയാൾ ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ പണിയെടുക്കുന്നത്. കൈക്കോട്ടും വെട്ടൊറ്റൊക്കെ ആയിട്ടാണ് പണിയെടുക്കുന്നത്. ഞാൻ ഈ പെണ്ണായതിന് ഓരോ അക്രമങ്ങൾ കാട്ടുമ്പോൾ ഞാൻ സംസാരിച്ച് അയാൾ അതും വെച്ചിട്ട് എന്നെ എന്തെങ്കിലും കാട്ടി കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാർ വരും ചെയ്യും, പിടിച്ചോണ്ട് പോകും ചെയ്യുകയൊക്കെ ചെയ്യും. അതല്ലാണ്ട് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ അയാൾ ഇങ്ങോട്ട് വരരുത്. അയാൾ പണിയെടുക്കുക എവിടെയെങ്കിലും പോയി പണിയെടുത്തോട്ടെ, ഈ ഒരു കോമ്പൗണ്ടിലേക്ക് അയാൾ വരുമ്പോഴാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരത് മൈൻഡ് ചെയ്യില്ല. ഞങ്ങൾ തമ്മിലുള്ള വഴക്കും വർത്താനൊക്കെ മൂത്ത് ഇവിടെ എന്തെങ്കിലും അനർത്ഥം ഉണ്ടായി അയാൾ എന്നെ കൊല്ലുകയെ അല്ലെങ്കിൽ ഞാൻ അയാളെ കട്ട് എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ വരും, പോലീസുകാരും വരും, എല്ലാവരും വരും, അപ്പോൾ ആൾക്കാരും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇപ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായിപ്പോൾ ഞാൻ പോലീസിൽ പരാതി കൊടുത്തില്ല, പോയില്ല. അവരായിട്ട് വഴക്കുണ്ടാക്കി വർത്താനം പറഞ്ഞെന്നല്ലാണ്ട് പോലീസിൽ ഞാൻ പോയില്ല. എന്നിട്ട് ഇപ്രാവശ്യം എന്തുണ്ടായി, ഇപ്പോൾ ഒരു മാസം മുന്നേ ഒരു സംഭവം ഉണ്ടായി. രാത്രി വേലി അവളെ പൊളിച്ചിട്ടപ്പോൾ പിന്നെ ഞാൻ കെട്ടിയില്ല. 6 മാസമായിട്ട് വേലി ഇല്ലാതെയാണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ അവരുടെ 10 സെൻറ്റിൻ്റെ 4 ഭാഗത്തും വേലിയില്ല. എൻ്റെ സൈഡിൽ വേലിയില്ല, ഒരു വഴി അധികം പോകുന്നുണ്ട്, അവിടെ വേലിയില്ല. അതിന് ബാക്കിൽ വേലിയില്ല. അപ്പുറത്ത് വേറെ ഒരു കൂട്ടരുണ്ട്, അവരുടെ ഭാഗത്തും വേലിയില്ല. അവരിപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ രാത്രിയിൽ ഒരു ചേമ്പ് തടം ഉണ്ടായിരുന്നു. അത് രാത്രി പന്നി മാന്തിയിട്ടപ്പോൾ അവർ നേരെ വെളുത്തപ്പോൾ CCTVക്കാരെ വിളിച്ചുകൊടുന്നിട്ട് അത് വീഡിയോ എടുത്തിട്ട് അവർ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് അത് ഇന്നലെ പന്നി മാന്തിയതാണ് കേട്ടോ, അത് ഇനിയിപ്പോൾ 4 ആൾക്കാരെ